നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല, അവിടെ എന്താ പ്രശ്നം? അതൊന്നുമില്ല മോളെ. നമ്മുടെ സർപ്പക്കാവിന്റെ അവിടെ കള്ളുടിച്ചിട്ടാണോ ഒരുത്തൻ അവിടെ കമന്നു കിടപ്പുണ്ട്. മോള് കമ്മിറ്റിക്കാരെ ഒന്ന് വിളിച്ച് പറയണം. ഇവന്മാരെ ഒന്നും അങ്ങനെ വിട്ടാൽ ശരിയാവില്ല മോളെ. എന്നെ അവഗണിച്ചോ, കുറ്റപ്പെടുത്തിക്കോ. പക്ഷെ ചെറിയച്ചനോട് പറഞ്ഞ് അവനെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം. മനസ്സിൽ സങ്കടം നിറയുമ്പോ അവന്റെ അടുത്തിരുന്ന ഞാൻ കരയുന്നത്. അവൻ എനിക്ക് അനിയനുമല്ല, കൂട്ടുകാരനുമല്ല, അതിനൊക്കെ മുകളില ദൈവത്തിന്റെ തൊട്ടടുത്ത ആരുമാണ്. അന്വേഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരിക്കൽ അവന്റെ ജീവിതത്തില് സംഭവിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച എന്തോ ഒന്ന് അത് നടന്നിട്ടുണ്ട്. അവന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുമുണ്ട്. അവൻ അങ്ങനെ നമ്മളെ വിട്ട് ഒരിടത്തും പോവില്ലടാ, തിരിച്ചു വരും. കൽപ്പന, തനിക്ക് എന്നോടൊന്നും പറയാറുന്നില്ലേ? അത് പിന്നെ സൂര്യ, എല്ലാരും എന്നോട് പറഞ്ഞു സൂര്യ അറിയാതെ നോക്കണമെന്ന്. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞ കുറ്റം എന്റെ തലയിലോട്ടാവില്ലേ? വരുണിന്റെ കാര്യത്തിലും ഏട്ടന്റെ കാര്യത്തിലും ഈശ്വരന് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ വേറൊന്നും സംഭവിക്കില്ല. മോമ്പ, ഞാൻ മുറി കൊണ്ടുവിടാം. കൽപ്പന, നിന്നെ പലപ്പോഴും അവനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ വാക്കേറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവനെ തിരയുന്ന കാര്യത്തിൽ ഉണ്ടാവരുത്. ചെറിയച്ചനോട് പറഞ്ഞ് നീ എല്ലാ കാര്യങ്ങളും നോക്കിക്കോണം. എന്താ കൽപ്പന, സൂര്യ കുറച്ചു മുമ്പ് അറിയിക്കേണ്ടതായിരുന്നില്ലേ? അനുജന്റെ സ്ഥാനം പറഞ്ഞു കേട്ടില്ലേ? ദൈവത്തിന്റെ തൊട്ട് താഴെ. അപ്പോ അനുജൻ എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാലേ താങ്ങില്ലല്ലോ. കണിമംഗലത്തും എല്ലാരും ഒന്നിച്ചൊടുങ്ങാൻ പോവാണോ? ചിതയുടെ നീളവും വീതിയും കൂട്ടേണ്ടി വരും. മെനഞ്ഞാന്ന് ഞാനൊരു ശത്രുസംഹാര പൂജ കഴിച്ചിരുന്നു. ഫലം ഉറപ്പാണെന്ന് പൂജാരി പറയുകയും ചെയ്തു. പക്ഷെ ഇത് ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. ദൈവം വിധിക്കട്ടെ, ഏട്ടനും മക്കളും കൂടി അനുഭവിക്കട്ടെ. കൃഷ്ണ, അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ ആ മകനെ കണ്ടെത്തി അങ്ങോട്ട് അയക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തതാ. ഇനി എന്നെ പരീക്ഷിക്കരുത്. പോലീസിനെ വിളിച്ച് പറയാ വേണ്ടത്. ഇവന്മാരെയൊക്കെ പോലീസ് കൊണ്ടുപോയാലേ ശരിയാവുള്ളൂ. ഇവന്മാർക്ക് കള്ളുപിടിച്ചെടുക്കാൻ എത്ര സ്ഥലമുണ്ട്? അമ്പലത്തിലേക്കാണോ കെട്ടിയെടുക്കുന്നത്? ചേട്ടാ, പറഞ്ഞോ മോളെ.
അല്ല അവിടെ എന്താ പ്രശ്നം? അതൊന്നുമില്ല മോളെ. നമ്മുടെ സർപ്പക്കാവിന്റെ അവിടെ കള്ളുടിച്ചിട്ടാണോ ഒരുത്തനവിടെ കമന്നു കിടപ്പുണ്ട്. മോള് കമ്മിറ്റിക്കാരെ ഒന്ന് വിളിച്ച് പറയണം. ഇവന്മാരെ ഒന്നും അങ്ങനെ വിട്ടാൽ ശരിയാവില്ല മോളെ. ഞാൻ പറഞ്ഞോളാം. അല്ല സർപ്പക്കാവിന്റെ മുമ്പിലാണ് അയാൾ കിടക്കുന്നത്. ആ അതെ. ഇനി പാമ്പ് കടിക്കോ മറ്റോ? മോക്ക് വേറെ പണിയില്ലേ? കിടപ്പ് കണ്ടാൽ അറിയാം. അയാളത്ര ബോധത്തിലൊന്നുമല്ല. ഞങ്ങൾ അതുകൊണ്ട് അടുത്തേക്ക് പോയില്ല. ശരി മോളെ. ശരി മോളെ. ആ അതെ. ഹലോ ഹലോ, എണീക്ക്. വരുൺ, വരുൺ, അയ്യോ വരുൺ, വരുൺ എഴുന്നേക്ക്. വരുൺ കണ്ണു തുറക്ക്. അയ്യോ വരുൺ, വരുൺ, അയ്യോ വരുൺ എഴുന്നേക്ക്. വരുൺ, അയ്യോ ഈശ്വരാ. വരുൺ, അയ്യോ വരുൺ എഴുന്നേക്ക്. വരുൺ, വരുൺ. വരുൺ, വരുൺ എഴുന്നേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.